இதயம் சிந்தி விட்டதா சொல் மனமே நேற்று இல்லாத மாற்றம் என்னது காற்று என் காதிலேதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்தி விட்டதா சொல் மனமே கடவுள் இல்லை என்றே தாயை காணும் வரை கனவு இல்லை என்றே ஆசை தோன்றும் வரை காதல் பொய் என்று சொல்லி உன்னை காணும் வரை கவிதை வரியின் சுவை அர்த்தம் புரியும் வரை கங்கை நீரின் சுவை கடலில் சேரும் வரை காதல் சுவை ஒன்றுதானே காற்று வீசும் வரை நேற்று இல்லாத மாற்றம் என்னது காற்று என் காதிலேதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்தி விட்டதா சொல் மனமே നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ ഏറ്റവും വലിയ അഭിമാനമായ AR റഹ്മാൻ സാറിൻ്റെ മാജിക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ സ്വന്തം സുജാത ചേച്ചി പാടി അനശ്വരമാക്കിയ നല്ലൊരു പാട്ട് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംഗീതത്തിനെ പ്രേമിക്കുന്ന മനസ്സിലേറ്റി താലോലിക്കുന്ന നിങ്ങൾ ഏവർക്കും ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നമ്മളോടൊപ്പം അഫ്സലിക്ക ഉണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകളുടെ വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് പാടിത്തന്നു. ഒരിക്കൽ കൂടി ഡ്യുവറ്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അഫ്സലിക്ക. വെൽക്കം ബാക്ക് ടു ഡ്യുവറ്റ്. അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളും പാട്ടുകളൊക്കെ പാടി കഴിഞ്ഞ എപ്പിസോഡിൽ. എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കൂടുതൽ പാട്ടുകൾ പാടിയെന്ന് നല്ലതല്ലേ? എല്ലാവർക്കും ഇക്കാൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. എനിക്കെന്താ പറയുക, സംസാരിച്ച് വരുമ്പോൾ പിടിവിട്ടു പോകും ചില സമയത്ത്. ഭയങ്കര ഭയങ്കര മീൻസ് ഇങ്ങനെ എക്സ്ട്രീമായി പോകും. ചിലപ്പോൾ ഉള്ളു തുറന്നൊക്കെ എക്സൈറ്റഡ് ആയി പോകും ചില സമയത്ത്. ഇല്ല, ഇക്ക വളരെ വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുള്ളൂ. ഇക്കാൻ്റെ വിശേഷങ്ങളും പിന്നെ പാട്ടുകൾ, പ്രത്യേകിച്ച് ലാസ്റ്റ് പാടിയ പാട്ടൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. എന്നാലും ഇനിയും നമുക്ക് തുടരാം, നമ്മുടെ ചർച്ചകളൊക്കെ നമുക്ക് ഇനിയും തുടരാം. എനിക്കോട് മ്യൂസിക് ഫീൽഡിലുള്ളവർക്കായിരിക്കും അറിയുണ്ടാവുക ഈ കാര്യം, ചിലപ്പോൾ പുറത്തുള്ളവർക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇക്ക കുറേ നാൾ റിതം പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എത്ര എക്സ്പീരിയൻസസ് ഉണ്ടാവും? എൻ്റെ ഒരു ബ്രദർ ഷക്കീർ എന്ന് പറഞ്ഞ ബ്രദർ ദാസാറിൻ്റെ കൂടെ കോങ്കോ ഡ്രം പ്ലെയർ ആയിരുന്നു റിതം പ്രോഗ്രാം. അപ്പോൾ അന്നേ ദാസാറിന് നമ്മുടെ കുടുംബമായിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലാതെ തന്നെ എൻ്റെ ഫാദറും ദാസാറിൻ്റെ അടുത്തടുത്ത് തന്നെ ഞങ്ങളുടെയൊക്കെ തറവാടുകളൊക്കെ നിൽക്കുന്നത് കൊച്ചി തന്നെ. അതുകൊണ്ട് തന്നെ ബ്രദറായിട്ടുള്ള അടുപ്പവും. അപ്പോൾ പിന്നെ ഞാൻ പാടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് മ്യൂസിക്കാണെന്ന് ഞാൻ എഴുതി കഴിഞ്ഞു. കാരണം പഠിത്തമൊക്കെ പാതി വഴിക്ക് നിന്നുപോയി. അപ്പോൾ പിന്നെ കുറച്ചാൾ പാട്ടൊക്കെ പാടി നടന്നപ്പോൾ ഗാനമേളകൾ മാത്രമായപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുകൊണ്ടൊന്നും ഗാനമേള പാടി നടക്കുക, സിനിമയിലൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടേ ഇല്ല നമ്മളന്ന് പാടാൻ പറ്റും. കാരണം ദാസാറൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. ആ സമയത്താണ് കാസറ്റുകളുടെ ഒരു ആൽബംസിൻ്റെ കുറേ വർക്കുകൾ, ഡിവോഷണൽസ്, ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ, അതേപോലെ മാപ്പിളപ്പാട്ടുകൾ, അങ്ങനെ കുറേ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കമ്പോസർ പഠിച്ചത്. അപ്പോൾ അന്ന് ഡെയിലി വർക്കുകളാണ്. അതായത് എറണാകുളം റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെ ഷക്കീർക്ക് എപ്പോഴും ബിസി ആയിരിക്കും. അപ്പോൾ പകരക്കാരനായിട്ട് വേറെ വർക്ക് ഉണ്ടെങ്കിൽ അഡീഷണൽ വർക്ക് എനിക്കാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ തുടങ്ങി അങ്ങനെ ഇഷ്ടംപോലെ
വർക്കുകൾക്ക് വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു പാട്ടിലൂടെ അല്ലെങ്കിലും എന്തെങ്കിലും അവരുടെയൊക്കെ അവരുടെ കമ്പോസിങ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു പഠനമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇപ്പം നമ്മൾ തന്നെ ചില പാട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില പുതിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളൊന്നും കേൾക്കാത്ത ശ്രദ്ധിക്കാത്ത ചില ഫ്രീക്വൻസീസ് ഒക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ആ ഒരു ടെക്നോളജി വരുന്ന സമയത്ത് ഇപ്പോൾ റിതം പ്രോഗ്രാമിംഗ് തന്നെ ഒരു ടെക്നോളജി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ട് അതിൻ്റെ പാനിങ്ങും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. ഒരു 2-3 പാട്ട് നമ്മുടെ ഓഡിയൻസിനെ അറിയാൻ വേണ്ടിയിട്ട് 2-3 പാട്ടുകൾ റിതം പ്രോഗ്രാം ഇക്കാൻ്റെ കൈകൾ വർക്ക് ചെയ്തിട്ടുള്ള 2-3 പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളൊന്ന് രവീന്ദ്ര മാഷിൻ്റെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ കന്മതത്തില, ആ പാട്ട് ഞാൻ റിതം പ്രോഗ്രാം ചെയ്തു. പിന്നെ മോഹൻ സിത്താര സാറിൻ്റെ മറ്റേ അല്ലിയാമ്പൽ പൂവേ ദാദാ സാഹിബിലെ വർക്ക്. പിന്നെ ബേണി ഗണേഷസിൻ്റെ എനിക്ക് തോന്നുന്നു ഫിലിം 2-3 ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡിവോഷണലാണെങ്കിൽ ഇപ്പോൾ TS രാധാകൃഷ്ണൻ്റെ ഒട്ടേറെ നല്ല വർക്കുകൾ, ജയമാഷിൻ്റെ കുറേ അയ്യപ്പ ഭക്തിഗാനങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് വെച്ചാൽ ക്രിസ്ത്യൻ ഡിവോഷനിൽ പീറ്റർ ചേരാനല്ലൂരിൻ്റെ ഇസ്രായേലിൻ നാഥനായി വാഴും അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ടിലാണെങ്കിൽ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി എന്നുള്ള അതിൻ്റെ മിതാദ് എന്ന് പറഞ്ഞ ആൽബം, അതിൻ്റെ ഫുൾ പാട്ടുകൾ ഞാനാണ് ചെയ്തത്. അങ്ങനെ എടുത്തു പറയാൻ അത്രയൊക്കെ ഉള്ളൂ. കുറേ വർക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ പല പാട്ടുകളും ദാസ് സാറ് പാടിയിട്ടുള്ള പാട്ടുകളായിരിക്കും. അപ്പം ദാസ് സാറിൻ്റെ റെക്കോർഡിംഗ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ തോമ്പൊടിയിലെ സാന്റാ സിസിലിയയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ദാസ് സാറ് പാടാൻ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് അവിടെ നിന്ന് വരും, ദാസ് സാർ ഒന്ന് പാടുന്നുണ്ട് പറയുമ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ചെല്ലും. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു M ജയചന്ദ്രൻ്റെ മണിക്കുയിലെ എന്നുള്ള സോങ്ങിൽ അത് പാടുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വർക്കുകളൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം റെക്കോർഡിങ്ങിന് പാടുന്നതും ലൈവിൽ പാടുന്നതൊക്കെ വാച്ച് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകൾ. ശരിക്കും ഇപ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് ദാസ് സാർ. ഇല്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞ അദ്ദേഹം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഒരിക്കലും അദ്ദേഹത്തെ കവർ ചെയ്ത് സിംഗ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആരുമില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ ആരുമില്ലാതെ. അപ്പൊ ഇത്രയും ദാസ് സാറിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ദാസ് സാറിന്റെ ഒരു പാട്ട് അത് വേണോ പ്ലീസ്? അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഞാൻ ജസ്റ്റ് പാടാം. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ലയമാ തിരുമധുരവുമാ ലയമാ മധുമാ നിറയേ
ശ്രുതിയിൽ നിന്നുയരും നാദ ശലഭങ്ങളേ. ബ്യൂട്ടിഫുൾ, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ഞാൻ ലയിച്ച് പാടി ശരിക്കും.